നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക വഴിത്തിരിവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെത്തുകയാണ്. കേസ് രേഖകളെല്ലാം ഇഡിക്ക് കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടതോടെ കൊള്ളയിലെ കള്ളപ്പണ ഇടപാടുകളിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. ഇതിനിടെ അറസ്റ്റിലായ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ കുറ്റസമ്മത മൊഴിയും പുറത്തുവന്നു. ലോഹപാളികളിലുള്ളത് ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് അറിഞ്ഞാണ് കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് എന്നാണ് ബെല്ലാരിയിലെ റോദം ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ മൊഴി. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി 1.5 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നും പിന്നീട് കുറ്റബോധം തോന്നിയെന്നും ഗോവർദ്ധൻ പറഞ്ഞു. 474 ഗ്രാം സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നി. ഇതിന് പരിഹാരമായി ശബരിമലയിൽ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി 20 ലക്ഷം രൂപ നൽകിയാൽ മതിയെന്ന് പോറ്റി നിർദ്ദേശിച്ചതായി ഗോവർദ്ധൻ മൊഴി നൽകി. ഇതിൽ 10 ലക്ഷം രൂപ അന്നദാനത്തിനായി നൽകിയതിന്റെ തെളിവുകൾ കൈമാറി. ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യലിനിടയിലാണ് അറസ്റ്റിലായ ഗോവർദ്ധൻ പണം നൽകിയതിന്റെ തെളിവുകൾ ഹാജരാക്കിയത്. ശ്രീകോവിലിലെ സ്വർണം വേർതിരിച്ച ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനൊപ്പം ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ആസൂത്രിതമായി സ്വർണം തട്ടിയെടുക്കാൻ ഇവർ ഗൂഢാലോചന നടത്തിയതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി SIT നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. കൊള്ളയടിച്ച സ്വർണം ആർക്കൊക്കെ കൈമാറി എന്നതിൽ വ്യക്തത വരുത്താൻ ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനിടെ ഇരുവരും ജാമ്യാപേക്ഷയുമായി നാളെ ഹൈക്കോടതിയെ സമീപിക്കും. അതേസമയം കേസിലെ മറ്റു പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. സ്വർണം വേർതിരിക്കാനും കടത്താനും ഒത്താശ ചെയ്തതിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. അതേസമയം അന്വേഷണത്തിൽ പോലീസ് വിവേചനം കാണിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശിച്ചിരുന്നു. A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തെങ്കിലും മുൻ അംഗങ്ങളായ KP ശങ്കരദാസ്, N. വിജയകുമാർ എന്നിവരിലേക്ക് അന്വേഷണം നീളാത്തത് എന്തുകൊണ്ടാണെന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ ചോദിച്ചിരുന്നു. അന്വേഷണത്തിന്റെ വിശ്വാസ്യത സംശയാസ്പദമാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവന്നതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് FIR, റിമാൻഡ് റിപ്പോർട്ടുകൾ, പ്രതികളുടെ മൊഴികൾ എന്നിവയുടെ പകർപ്പ് ഇഡിക്ക് കൈമാറാനാണ് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ജഡ്ജി CS മോഹിതയാണ് ഇഡിയുടെ ആവശ്യം അംഗീകരിച്ചത്. SITയുടെ സമാന്തരമായ അന്വേഷണത്തെ ഇഡി തടസ്സപ്പെടുത്തരുതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളുകയായിരുന്നു. ഇതോടെ കൊള്ളയിലെ അന്തർ സംസ്ഥാന സാമ്പത്തിക ഇടപാടുകൾ ഇഡി വിശദമായി പരിശോധിക്കും.